മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാമത്തെ പർവമായ സൗപ്തിക പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭീമൻ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, രാജാവെ, അങ്ങ് എന്താണ് ഈ ചെയ്തത്? ഭീമസേനനെ ഒറ്റയ്ക്ക് അശ്വത്ഥാമാവിനടുക്കലേക്ക് അയച്ചത് ശരിയായില്ല. ബ്രഹ്മാസ്ത്ര വിദ്യ ദ്രോണൻ അർജുനൻ ഉപദേശിച്ചതിനെ അറിഞ്ഞ അശ്വത്ഥാമാവ് തനിക്കും അത് വേണമെന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടു. ഇഷ്ടമില്ലെങ്കിലും പുത്രവാത്സല്യം കൊണ്ട് ദ്രോണൻ അയാൾക്ക് ഉപദേശിക്കുകയും ചെയ്തു. മനുഷ്യരിൽ പ്രയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വിനയം കുറഞ്ഞ അശ്വത്ഥാമാവ് അത് അസ്ഥാനത്ത് പ്രയോഗിച്ചേക്കുമെന്ന് കരുതി തന്നെ ആചാര്യൻ അയാൾക്കതിന്റെ ഉപസംഹാര സമ്പ്രദായത്തെ പറഞ്ഞുകൊടുത്തതുമില്ല. ഇനി ഉപസംഹാര സമ്പ്രദായത്തെ പറഞ്ഞുകൊടുത്താലും ബ്രഹ്മചര്യമില്ലാത്തത് കൊണ്ട് അയാൾക്കത് പ്രവർത്തിക്കാൻ സാധ്യവുമല്ല. എങ്കിലും മഹാലോഹിയും ബുദ്ധിക്ക് ശുദ്ധിയില്ലാത്തവനുമാണ് ദ്രോണപുത്രൻ. കേൾക്കൂ മഹാരാജാവേ, നിങ്ങൾ കാട്ടിലായിരുന്നപ്പോൾ അയാൾ ഒരിക്കൽ ദ്വാരകയിൽ വന്നു. യാദവർ അദ്ദേഹത്തെ വേണ്ട പോലെ മാനിക്കുകയും പൂജിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസം അവിടെ കൂടുകയും ചെയ്തു. എന്തിനാണ് അയാൾ ദ്വാരകയിലേക്ക് വന്നിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നോട് വിശേഷിച്ചൊന്നും പറഞ്ഞതുമില്ല. അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഒറ്റയ്ക്ക് സമുദ്രക്കരയിൽ നിൽക്കുമ്പോൾ അശ്വത്ഥാമാവ് എന്റെ അടുക്കൽ വന്നു. പല വർത്തമാനങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ മധ്യേ അയാൾക്കൊരു കാര്യം ആവശ്യമുണ്ടെന്നും അത് സാധിക്കാൻ വേണ്ടിയാണ് ദ്വാരകയിലേക്ക് വന്നതെന്നും പറഞ്ഞു. അത് സാധിപ്പിച്ചു തരണമെന്നും പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ എന്റെ സുദർശന ചക്രം അയാൾക്ക് കിട്ടണമെന്നാണ് ആവശ്യം. നോക്കൂ, എന്തൊരു ലോഭമാണ്! അന്ന് തന്നെ അവർ ഈ സംഹാര സ്വരൂപമായ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ചെയ്തു വന്നിരുന്നത്. ഞാൻ പറഞ്ഞു, സാധുബ്രാഹ്മണ, അങ്ങെന്തറിഞ്ഞു? ഇന്ദ്രാദിദേവന്മാർക്കോ യക്ഷഗന്ധർവാദികൾക്കോ പ്രബലന്മാരായ അസുരന്മാർക്ക് പോലുമോ എടുക്കാനും തൊടുക്കാനും കഴിയാത്തതാണ് സുദർശന ചക്രം. അതാണോ അങ്ങേക്ക് വേണ്ടത്? എന്നിൽ നിന്ന് അല്പം പോലും വേറെയല്ലാത്ത ആളായിട്ടാണ് അർജുനനെ കരുതിയിരിക്കുന്നത്. കൗന്ദേയന് കൊടുക്കാൻ പാടില്ലാത്തതായിട്ടൊന്നും തന്നെ എനിക്കില്ല. എന്നാൽ അർജുനൻ പോലും അതെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ജ്യേഷ്ഠനും യാദവ ചക്രവർത്തിയുമായ ബലരാമനോ എനിക്ക് പ്രിയപ്പെട്ട പ്രദ്യുമ്നാദി പുത്രന്മാരോ എന്നോടിത് ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് അങ്ങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, എനിക്ക് തരാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങേക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ മതി. സുദർശനമോ ശാർങ്ങമോ നാന്തകമോ കൗമോദകി ഗദയോ എന്ത് വേണമെങ്കിലും അങ്ങേക്കെടുക്കാം. ദാ ഇവിടെയുണ്ട്, എടുത്തോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം സർവശക്തിയും ഉപയോഗിച്ച് സുദർശനത്തെ എടുക്കാൻ നോക്കി. പൊക്കാനോ ഒന്നിളക്കാൻ പോലുമോ കഴിയാതെ ലജ്ജിതനായി മടങ്ങുകയാണുണ്ടായത്. അയാളുടെ അവിവേകവും അഭിനയവും എത്ര വലുതാണെന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തമാകുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അശ്വത്ഥാമാവിന്റെ മുന്നിലേക്കാണ് ഭീമനെ അങ്ങൊറ്റയ്ക്ക് അയച്ചത്. അയാൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പോലും മടിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഭീമന്റെ ഗതിയെന്താവും? കഷ്ടമായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് ഭഗവാൻ യുധിഷ്ഠിരന്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ വേഗത്തിൽ തന്റെ തേരിൽ കയറി. അത് കണ്ട് അർജുനനും ഓടി വന്ന് ഭഗവാനോടൊപ്പം തേരിൽ കയറി. അപ്പോൾ യുധിഷ്ഠിരനും നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഓടി വന്ന് തേരിൽ കയറി. അവർ 3 പേരും കൂടി വായുവേഗത്തിൽ ഭീമസേനനെ പിന്തുടർന്നു പോയി. അധിക സമയം ഓടേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ അവർ ഭീമസേനന്റെ അടുത്തെത്തി. പിന്നെ എല്ലാവരും കൂടി അശ്വത്ഥാമാവിനെ തിരഞ്ഞ് അങ്ങങ്ങ് ചുറ്റിത്തിരിയാൻ തുടങ്ങി. രഥം പോയ അടയാളങ്ങൾ നോക്കിയാണ് അവർ പല സ്ഥലത്തും അന്വേഷിച്ചത്. അങ്ങനെ കുറെ സമയം പലയിടത്തും ചുറ്റിത്തിരിഞ്ഞ ശേഷം ഗംഗാതീരത്ത് വെച്ച് അശ്വത്ഥാമാവിനെ കണ്ടുമുട്ടി. അദ്ദേഹം ആയുധങ്ങളൊക്കെ തേരിൽ വെച്ച് തേര് കുറെ ദൂരെ നിർത്തി കുതിരകളെ അഴിച്ചുവിട്ട് വിസ്തരിച്ചൊന്ന് കുളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഭീമന്റെയും ഭഗവാന്റെയും രഥം അവിടേക്കെത്തിയത്. പാണ്ഡവരെയും ഭഗവാനെയും ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ തന്നെ ദ്രോണപുത്രൻ ഭയാവിഷ്ടനും പരിഭ്രാന്തനുമായി. അവരുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് ബുദ്ധിപൂർവമല്ലെന്നും അങ്ങനെ ചെയ്യുന്നത് ആപത്തിനെ കാരണമായി തീരുവെന്നും അദ്ദേഹത്തിനറിയാം. എന്നാൽ അതല്ലാതെ മറ്റെന്താണ് ചെയ്യാനുള്ളതെന്ന് ആലോചിച്ച ദ്രൗണിക്ക് പെട്ടെന്നൊരു യുക്തി തോന്നി. അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മാസ്ത്രം കൊണ്ട് അവരെ ദഹിപ്പിക്കുക, അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് ബോധിച്ച അശ്വത്ഥാമാവ് ഉടനെ തന്നെ നദിക്കരയിൽ പടർന്നു നിൽക്കുന്ന മുഞ്ഞപ്പുല്ലിലൊന്ന് മുറിച്ചെടുത്ത്
ബ്രഹ്മാസ്ത്ര വിദ്യയെ അഭിമന്ത്രിച്ച് പാണ്ഡവരെ സങ്കൽപ്പിച്ച് അയച്ചു. അത് ഭയങ്കര അഗ്നിജ്വാലയായി കത്തിജ്വലിച്ച് ദിക്കുകളൊക്കെ വ്യാപിച്ചുകൊണ്ട് പാണ്ഡവർക്ക് അഭിമുഖമായി വരാൻ തുടങ്ങി. അത് കണ്ട് നടുങ്ങിയ പാണ്ഡവരെയും ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അർജുനനോട് വേഗത്തിൽ ബ്രഹ്മാസ്ത്രത്തെ അയച്ച് അതിനെ തടുക്കാൻ പറഞ്ഞു. കുന്തിപുത്രൻ വേഗത്തിൽ തേരിൽ നിന്ന് ചാടി ബ്രഹ്മാസ്ത്രത്തെ തന്നെ പ്രത്യസ്ത്രമായി അയച്ചു. അത് മറ്റൊരഗ്നിയായി കത്തിജ്വലിച്ച് ആദ്യത്തേതുമായി കൂട്ടിമുട്ടാൻ തുടങ്ങുമ്പോഴേക്ക് രണ്ട് മഹാഅഗ്നികളുടെയും മധ്യത്തിൽ പ്രഭാവശാലികളായ നാരദനും വ്യാസനുമാകുന്ന രണ്ട് മഹർഷിമാർ നിൽക്കുന്നതായി കണ്ടു. ആ രണ്ട് മഹാസ്ത്രങ്ങളും തമ്മിൽ കൂട്ടുമുട്ടിയാൽ ലോകം തന്നെ ദഹിക്കാനിടയായിത്തീരും. അതിനാൽ രണ്ടിനെയും ഉപസംഹരിക്കണം. അത് പറയാനാണ് അവർ വന്നതെന്ന് മഹർഷിമാർ പറഞ്ഞു. അശ്വത്ഥാമാവിന് പ്രയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഉപസംഹരിക്കാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ബ്രഹ്മചര്യവുമില്ല. ബ്രഹ്മചര്യമില്ലാത്തവർ പ്രയോഗിച്ച ദിവ്യാസ്ത്രത്തെ മടക്കിയെടുത്താൽ അവന്റെ തല തന്നെ പോവുകയും ചെയ്യും. ഋഷിമാരെ കണ്ടപ്പോൾ തന്നെ അർജുനൻ വേഗത്തിൽ ബ്രഹ്മാസ്ത്രത്തെ ഉപസംഹരിച്ചു. അശ്വത്ഥാമാവിനോടുള്ള വിദ്വേഷം കൊണ്ടല്ല, തങ്ങളുടെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് താൻ അസ്ത്രമയച്ചതെന്ന് അർജുനൻ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അശ്വത്ഥാമാവ് ചെയ്ത ദുശ്ചേഷ്ടകളെയും നീചത്വങ്ങളെയും മുഴുവൻ അവർ മഹർഷിമാരെ അറിയിച്ചു. ഋഷികൾ ദ്രോണപുത്രനെ കാരുണ്യത്തോടുകൂടി നോക്കി. അനന്തരം പറഞ്ഞു, കഷ്ടമായിപ്പോയി. അങ്ങ് ബ്രാഹ്മണനായി ജനിച്ചു. എന്നാൽ ബ്രാഹ്മണ്യത്തെ പാലിക്കാൻ കഴിയാതെ ക്ഷാത്രത്തിലേക്ക് വഴുതി വീണു. അതിനെയും അങ്ങേക്ക് വേണ്ട പോലെ പാലിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വന്നിരിക്കുന്നത്. ഇരിക്കട്ടെ, ബ്രഹ്മാസ്ത്രത്തെ മടക്കിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് അവരെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഞാൻ പാണ്ഡവരെ ഭയന്നാണ് ഈ മഹാസ്ത്രത്തെ അയച്ചത്. അത് പാണ്ഡവ വംശത്തിന്റെ മുഴുവൻ അന്തസ്സത്തയെ ഹനിക്കത്തക്ക സങ്കല്പത്തിലാണ് അയച്ചിരിക്കുന്നത്. അതിനാൽ മടക്കിയെടുക്കാൻ ശക്തിയില്ല. എന്നാൽ ഗർഭോദരത്തിലേക്ക് തിരിച്ചുവിടാമെന്ന്. അപ്പോൾ ഋഷികൾ പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്യൂ. അങ്ങയുടെ ശിരസിലുള്ള രത്നത്തെയും പാണ്ഡവർക്ക് കൊടുക്കൂ. എന്നാൽ പ്രാണനെ രക്ഷിക്കാമെന്ന്. പാണ്ഡവരുടെയും കൗരവരുടെയും സമ്പത്ത് മുഴുവൻ ചേർന്നാലും തന്റെ രത്നത്തോട് തുല്യമാവില്ല. അത് കയ്യിലുള്ളിടത്തോളം കാലം ഏതൊരാപത്തും ബാധിക്കില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ശിരസിലെ രത്നമെടുത്ത് പാണ്ഡവരുടെ മുന്നിൽ വച്ചുകൊടുത്തു. ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ഗർഭത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. യുദ്ധത്തിൽ മരിച്ചുപോയ അർജുനപുത്രനായ അഭിമന്യുവിന്റെ പത്നിയായ ഉത്തര ഗർഭിണിയാണ്. ആ ഗർഭോദരത്തിലേക്കാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്ര തേജസ്സിനെ തിരിച്ചുവിട്ടത്. ഉത്തര ഗർഭസ്ഥിതനായ പുത്രൻ ഗർഭോദരത്തിൽ വെച്ച് തന്നെ പരീക്ഷിത്താവുമെന്ന് പണ്ട് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ഈ അസ്ത്ര തേജസ് കൊണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് അതിനെ നിഷേധിച്ചു. തന്റെ അസ്ത്ര തേജസ്സിൽ നിന്ന് കുട്ടി രക്ഷപ്പെടില്ലെന്നും അതിനാൽ പരീക്ഷിത്തായി ജീവിക്കാൻ പോകുന്നില്ല എന്നും പാണ്ഡവ വംശം തന്നെ നശിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു ദ്രോണപുത്രൻ. അങ്ങയുടെ അസ്ത്ര തേജസ് കൊണ്ട് ദഹിച്ചാലും ആ കുട്ടിയെ ജീവിപ്പിക്കാനുള്ള തപശക്തി എനിക്കുണ്ട്. ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. പരീക്ഷിത്തായി തന്നെ അദ്ദേഹം വളരെ കാലം ജീവിച്ച് രാജ്യം ഭരിക്കാൻ ഇടവരും. യുധിഷ്ഠിരന് ശേഷം അദ്ദേഹമായിരിക്കും രാജ്യം ഭരിക്കുന്നത്. എന്നാൽ അങ്ങയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി 3000 കൊല്ലത്തോളം അങ്ങയ്ക്ക് ജനമധ്യത്തിൽ ഏതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. ആരും അങ്ങയെ മാനിക്കുകയുമില്ല. നീചനും നിസ്വനും രോഗിയും ആർത്തനുമായി കാട്ടിൽ തെണ്ടിക്കൊണ്ട് നടക്കാനിടയാവും. അങ്ങ് ചെയ്ത ദുരിതത്തിന്റെ ഫലമാണിത് എന്ന് പറഞ്ഞ് ശപിച്ചു. അശ്വത്ഥാമാവ് നമ്രവദനനായി ഒന്നും മിണ്ടാതെ കാട്ടിലേക്ക് കയറി. പാണ്ഡവരും ഭഗവാനും അശ്വത്ഥാമാവിന്റെ ശിരോരത്നവുമായി വളരെ വേഗത്തിൽ ശിബിരത്തിലേക്ക് തന്നെ മടങ്ങി. അവിടെ പാഞ്ചാലി പ്രായോപവേശം ചെയ്തിരിക്കുകയാണല്ലോ. അവിടെ വന്ന് രത്നം പാഞ്ചാലിയുടെ മുന്നിൽ വെച്ചു. നടന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അശ്വത്ഥാമാവിനെ ബ്രാഹ്മണനെന്ന നിലയ്ക്ക് കൊന്നിട്ടില്ല എന്നേയുള്ളൂ. അയാളുടെ ശരീരമൊഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞ കൃഷ്ണാദേവി സമാധാനിച്ചെഴുന്നേറ്റു. അശ്വത്ഥാമാവിന്റെ ശിരോരത്നം പാഞ്ചാലിയുടെ ആവശ്യപ്രകാരം യുധിഷ്ഠിരൻ ശിരസിൽ ധരിക്കുകയും ചെയ്തു. അത്യുജ്വലമായി മിന്നിത്തിളങ്ങുന്ന ആ ശിരോരത്നം കൊണ്ട് ചന്ദ്രനാൽ ആകാശമെന്ന പോലെ ആ രാജശ്രേഷ്ഠൻ തേജോമയനായി വിളങ്ങി. ശവങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ ശിബിരം വിട്ട് അവരെല്ലാവരും മടങ്ങി.
അനന്തരം യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, പാഞ്ചാലി പുത്രന്മാർ ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി തുടങ്ങിയവരൊക്കെ അജയരായ യോദ്ധാക്കളല്ലേ? ദ്രോണന് പോലും അവരെയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഒരു രാത്രി കൊണ്ട് ഇവരെയെല്ലാം കൊന്നത്? വിചാരിക്കുന്തോറും ആശ്ചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നാദികൾക്ക് പുറമെ അസംഖ്യം രാജാക്കന്മാരും അവിടെയുണ്ടായിരുന്നു. അവരെല്ലാവരും പ്രഭാവശാലികളും നല്ല യോദ്ധാക്കളുമാണ്. കൂടാതെ ആയിരക്കണക്കിൽ ഭടന്മാരും ആനകളും കുതിരകളുമെല്ലാം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്നിച്ച് ഒരു രാത്രി കൊണ്ട് കൊല്ലാൻ കഴിഞ്ഞു അശ്വത്ഥാമാവിന് എന്നുള്ളത് എന്തൊരാശ്ചര്യമാണ്! ഇതെങ്ങനെ സാധിച്ചു എന്ന് ഭഗവാൻ അത് കേട്ട് പുഞ്ചിരിയോടുകൂടി മറുപടി പറയാൻ തുടങ്ങി. യുധിഷ്ഠിര രാജാവേ, അശ്വത്ഥാമാവിന് അയാളുടെ സ്വന്തം ശക്തി കൊണ്ട് ഇത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ അദ്ദേഹം കൊന്നുവെന്ന് പേര് മാത്രമേയുള്ളൂ. വാസ്തവത്തിൽ രുദ്രഭഗവാനാണ് ദ്രൗണിയിൽ കൂടി കാര്യങ്ങളെല്ലാം ചെയ്തത്. അദ്ദേഹം രുദ്രനെ സേവിച്ച് സന്തോഷിപ്പിച്ചു. സന്തോഷിച്ചാൽ എന്തും കൊടുക്കുന്ന ഈശ്വരനാണ് രുദ്രൻ. അതുപോലെ ക്രോധിച്ചാലെല്ലാം നശിപ്പിക്കുന്നവനുമാണ്. ആ പരമേശ്വരനെ ഞാൻ നല്ല പോലെ അറിയും. അവിടുത്തെ ആനുകൂല്യമില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ജഗത്തിന്റെ നിലനിൽപ്പിന് തന്നെ ശ്രീ രുദ്രദേവനാണ് ആശ്രയമായിട്ടിരിക്കുന്നത്. ജഗത്തിന്റെ ആദിമധ്യ അവസാനങ്ങളും രുദ്രൻ തന്നെയാണ്. രുദ്രൻ പ്രീതിപ്പെട്ടാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള രുദ്രഭഗവാനെ പ്രീതിപ്പെടുത്തി ദ്രോണപുത്രൻ. അതിന്റെ ഫലമായാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. രുദ്രഭഗവാൻ തന്നെയാണ് ദ്രൗണിക്ക് വേണ്ടി അദ്ദേഹത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈശ്വരാനുകൂല്യമില്ലാതെ മനുഷ്യനെന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവിനെ സമാധാനിപ്പിച്ചു. ഇവിടെയാണ് സൗപ്തിക പർവം അവസാനിക്കുന്നത്. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.